ശ്രീ നിതിൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ സിനിമയിൽ എക്കാലത്തും വയലൻസ് ഉണ്ട്, ഡ്രഗ്സ് കാണിക്കാറുണ്ട്, ആൽക്കഹോൾ കാണിക്കാറുണ്ട്, സിഗരറ്റ് വലിക്കുന്നത് കാണിക്കാറുണ്ട്. ആ സമയത്തൊക്കെ അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളടക്കം തിയേറ്ററിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിൽ അത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത ഒരു സാഹചര്യം ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കുട്ടികൾ, യുവാക്കൾ, അതിപ്പോൾ ഞാൻ നേരത്തെ ശ്രീ വിനു സൂചിപ്പിച്ചതുപോലെ, അതായത് ആതുര സേവന രംഗത്തേക്ക് ഇറങ്ങേണ്ട കുട്ടികൾ ആണ് അതിക്രൂരമായി, അതായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ അതൊരു മനുഷ്യൻ്റെ ശരീരത്തെ വലിയ തോതിൽ ബാധിക്കും. അത് മാനസികമായി മാത്രമല്ല ശാരീരികമായി പോലും അവന് ആയുഷ്കാലം മുഴുവൻ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് ഉത്തമ ബോധ്യമുള്ള കുട്ടികളായിരുന്നു ആ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ. ഇവിടെ ഇന്ന് നമ്മൾ ഈ വാർത്ത ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്കാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും അടിയും പിടിയും ഒക്കെ കൂടുമ്പോഴും ഒരു സഹപാഠിയെ, സുഹൃത്തിനെ കൊല്ലുക എന്നതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ആ കൊല്ലുന്നത് പോലും ഹീറോയിസം എന്ന നിലയിലേക്ക് മാറുന്നു. അതുമാത്രമല്ല, പെൺകുട്ടികൾക്കിടയിലും, ഞാൻ പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നും മാറ്റി നിർത്തി പറയുകയല്ല, എങ്കിൽ പോലും ഈ അക്രമ സംഭവങ്ങളുടെ ഒരു പട്ടികയൊക്കെ പരിശോധിച്ചാൽ സ്ത്രീകൾ പിന്നിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് ആ സാഹചര്യവും മാറിയിട്ടുണ്ട്. അതിൽ സിനിമകൾക്ക് പങ്കുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? തീർച്ചയായും സിനിമകൾ വലിയ രീതിയിൽ നമ്മുടെ ഒരു ഹ്യൂമൻ, ഒരു പബ്ലിക് ജനറൽ കോൺഷ്യൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ഇപ്പോൾ സിനിമകൾ ഒരു രീതിയിലും സ്വാധീനിക്കുന്നില്ല എന്നാണ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ഇന്റലക്ച്വലി ഓണസ്റ്റ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോ 2015 ഇറങ്ങിയ ഒരു സിനിമ, ആ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഈ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് മുണ്ടും കേരളത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയത്. അതുപോലെ തന്നെ 2013 ഇറങ്ങിയ ഒരു സിനിമ, ആ സിനിമയ്ക്ക് ശേഷമാണ് ബുള്ളറ്റും ലോങ് റൈഡും കേരളത്തിൽ ട്രെൻഡിങ് ആയി മാറിയത്. അപ്പോൾ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ പഴയകാല സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ലഹരി അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, പക്ഷെ ഇപ്പോ ചില സിനിമകള് ഈ ലഹരിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പർട്ടിക്കുലർ വയലൻസ് മാത്രം, ഒരു സിനിമയുടെ 2 മണിക്കൂർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് മെജോറിറ്റി സ്ക്രീൻ ടൈം അവർ കാണിക്കുന്നത് വയലൻസ് ആണ്. അപ്പൊ അത് വലിയ രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ഇങ്ങനെ ഓവർ ദ ടൈം കാണിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അല്ല പണ്ട് സിനിമകളിൽ ഒരു ചെറിയ സീനില് സ്മോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള ബിഹേവിയറോ കാണിക്കുന്നത്. ഇപ്പൊ അത് തന്നെയാണ് മെയിൻ തീം. അപ്പൊ ഒരു ചില സിനിമകൾ അട്രാക്ട് ചെയ്യുന്നത് തന്നെ വലിയ രീതിയിലുള്ള വയലൻസ് അല്ലെങ്കിൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള മെത്തേഡ്സിൽ വയലന്റ് ബിഹേവിയേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ ബേസിലാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രസന്റേഷൻ വരുമ്പോ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അഗ്രഷന്റെ ഒരു ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കാം. പാർഷ്യലി അവർ ലേൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നേറ്റ് ആയിട്ട് ബയോളജിക്കലി മെച്ചൂർ ചെയ്ത് വരുന്നതായിരിക്കാം. പക്ഷേ ആ അഗ്രഷൻ, ഇൻസ്റ്റിങ് ആയിട്ടുള്ള ഒരു അഗ്രഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള പല മെത്തേഡ്സും പലപ്പോഴും ഇത്തരത്തിലുള്ള സിനിമകൾ പോലുള്ള മാധ്യമങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഒരു സൊസൈറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാല് എല്ലാവരും ഇങ്ങനെ ക്രൈം ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, പക്ഷേ ഒരു ആംബിഗിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും. അത് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാര് ഇത്തരത്തിലുള്ള സിനിമകള് വലിയ രീതിയിൽ സ്വാധീനിക്കുകയും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും, അത്തരത്തില് അവരെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മളൊരു ധാരാളം പഠനങ്ങളിലൊക്കെ വെളിപ്പെട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ക്രൈം സീനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിൽ ഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെക്കാളും കൂടുതലായിട്ടുള്ള പെർസീവ്ഡ് ആൻസൈറ്റിയും മറ്റ് സൈക്കോളജിക്കൽ മെന്റൽ സ്റ്റേറ്റിലുള്ള ചേഞ്ചസുമാണ് ഒരു മീഡിയയിലൂടെ ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. അത് ധാരാളം പഠനങ്ങൾ US-ലൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ ആ ക്രൈം സീനിൽ നിൽക്കുന്നതിനേക്കാളും മെന്റലി ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ് അത് മീഡിയയിലൂടെ വാച്ച് ചെയ്യുമ്പോൾ. അപ്പം അത് അവിടെ ശ്രീ നിതിൻ, ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇവിടെ വിനുസാറാണ് ചില മാതൃകകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം ദൃശ്യം സിനിമയെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ദൃശ്യം സിനിമ ഇറങ്ങിയത് കൊണ്ട് ദൃശ്യം മോഡലിൽ കൊലപാതകം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് താങ്കളോടും ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്, അതായത് അവിടെയൊക്കെ പ്രായപൂർത്തിയാകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കയ്യബദ്ധം പറ്റുന്നത് എന്ന നിലയിലൊക്കെയുള്ള സീനുകളുണ്ട്.
ഇവിടെ ഇതാ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ദൃശ്യം മോഡലിൽ മറ്റാരെങ്കിലും കൊല നടത്താത്തതിന് കാരണം പ്രായപൂർത്തിയായ ആളുകൾക്ക് അത് ചിന്തിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന ബോധമുണ്ടാകുന്നുണ്ട്. അത് ചെയ്താൽ എന്ത് കുറ്റം, എത്രത്തോളം വലിയ ശിക്ഷ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സാമാന്യമായ ബോധമുണ്ട്. ആ ബോധത്തെ തകർക്കുന്ന ഒന്ന് തന്നെയാണ് ലഹരി. അത് ഞാൻ വിനുസാറിനോട് 100% യോജിക്കുകയാണ്. നമ്മുടെ ചിന്താശേഷിയൊക്കെ കാർന്നു തിന്നുന്ന ഒന്നാണ് ലഹരി. പക്ഷെ കുട്ടികൾക്ക് അതല്ലല്ലോ സാഹചര്യം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകരിക്കുക എന്നത് മാത്രമല്ലേ സാധ്യമാവുക. അവർക്കിതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവർക്ക് അറിയില്ല. അതുകൊണ്ട് കൂടിയായിരിക്കില്ല ഈ സഹപാഠികളോട് ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത്. ഒരു അധ്യാപകനോട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ദൃശ്യം, അത് ഏറെയൊന്നും ആയില്ല കേരളം കണ്ട് നടുങ്ങിയിട്ട്. വെല്ലുവിളിക്കുകയാണ് ഒരു അധ്യാപകരെ. ധൈര്യമുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങൂ എന്ന് പറയുന്നത്. സ്കൂൾ യൂണിഫോം ഇട്ട് ഒരു പ്രധാന അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അത്രയേ ആ കുട്ടിക്ക് ചിന്തിക്കാനുള്ള പ്രായമായിട്ടുള്ളൂ, അത്രയും ചിന്താശേഷി ഉള്ളൂ എന്നതുകൂടി നമ്മൾ കാണണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്, എന്ത് കണ്ടിട്ടാണ് ഈ വെല്ലുവിളി എന്നതാണല്ലോ പ്രധാനം. ഈ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അഡോളസൻസ് പീരീഡിലുള്ള ആൾക്കാരുടെ ഹൈലി ഇമോഷണൽ ആയിട്ടും ഹൈലി എനർജറ്റിക്കും റിസ്ക് ടേക്കിംഗ് എബിലിറ്റി വളരെ കൂടിയ ഒരു പ്രായമാണ്. അപ്പോ പഴയ ജനറേഷനിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞു പ്രായത്തിലൊക്കെ തന്നെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ തന്നെ പല ഫാമിലികളിലും മോറൽ ആയിട്ടുള്ള സ്റ്റോറീസ് ധാരാളം ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ മിത്തോളജിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസ്. അതൊക്കെ തന്നെ കുട്ടികളെ ഒരു മോറൽ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിന് വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ആ ഒരു ഗ്യാപ്പ്, ആ ഒരു വാക്വമാണ് ആക്ച്വലി ഇന്നത്തെ സോഷ്യൽ മീഡിയയും മറ്റു മീഡിയകളും ഫില്ല് ചെയ്തുകൊണ്ട് ഒരു റോൾ മോഡലായിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ അവർ കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരത് അനുകരിക്കുകയാണ്. അതാണ് ഹീറോയിസം എന്നുള്ള രീതിയിലേക്ക് അവർ കാണുകയും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കുട്ടികളിൽ വരികയാണ്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ പാരന്റ്സിനെ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ ആൾക്കാരെ പലപ്പോഴും നമുക്ക് ചുറ്റും കാണുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ പോലും നമുക്ക് സമൂഹത്തിൽ നമുക്കിന്ന് ചുറ്റും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ എന്ത് കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന വളരെ മോറൽ വാല്യൂസ് ഉള്ള ധാരാളം സ്റ്റോറീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുകയും കേൾക്കുകയും അതിൽ നിന്നൊരു മോറലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മീഡിയകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. തീർച്ചയായും അത്തരം അനുകരണങ്ങളാണോ കുട്ടികൾ നടത്തുന്നത് എന്ന സംശയമാണ് പൊതുവിൽ ഉയരുന്നത്. വളരെ